ഞാൻ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നല്ലോ. അതന്നെ ഈ മൂഡ് സ്വിങ്സ് ഉള്ള ആളുകൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ത് സംഭവിക്കാം. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ കുറെ പിള്ളേർ തള്ളി തുറന്ന് ഇങ്ങോട്ട് കയറി വന്ന് എന്നോട് ചോദിച്ചു, മാഡം ഇങ്ങനെ കുത്തിയിരുന്നാൽ മതി ഇവിടെ എന്തൊക്കെ നടക്കണേന്ന് അറിയാമോ? അപ്പൊ നമ്മുടെ മൂഡ് സ്വിങ് ഒക്കെ വരുമല്ലോ, പെട്ടെന്ന് നമ്മൾ പ്രൊവോക്ഡായി ദേഷ്യമൊക്കെ വരുമല്ലോ. ഞാൻ പ്രിൻസിപ്പലിൽ എന്നോട് ഇങ്ങനെ ഇവർ സംസാരിക്കാമോ? പക്ഷേ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് നേരത്തെ അവെയർ ആയതുകൊണ്ടും മൂഡ് സ്വിങ്സിൻ്റെ ആവശ്യമില്ല അങ്ങനെ അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടും ഞാൻ പെട്ടെന്ന് പ്രകോപനം ഉണ്ടായെങ്കിലും ഞാൻ പെട്ടെന്ന് മാറി, ഇരിക്കൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ അതിൽ നേതാവ് എന്ന് തോന്നിക്കുന്ന ആൾ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഇരുത്താനൊന്നും നോക്കണ്ട. അപ്പോഴും നമ്മൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. അതാണ് ഈ മൂഡ് സ്വിങ്. പെട്ടെന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇരിക്കൂ, ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ഇരുന്ന് കഴിഞ്ഞപ്പോ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ അയാളുടെ മൂഡും മാറി. ഇരുന്ന് സമാധാനമായിട്ട് ദേ ഫീൽ റെസ്പെക്റ്റഡ്. വളരെ സമാധാനമായിട്ട് സംസാരിച്ച് സൊല്യൂഷനും ഉണ്ടാക്കി പോയി. ഇത്രേ കാര്യമുള്ളൂ. അപ്പോഴാണ് ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞ കേട്ടോ. ഞാനിതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് ഈ മൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്കൊരു സിറ്റുവേഷൻ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ആ മൂഡ് മാറ്റി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഈ രാവിലെ വീട്ടില് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അമ്മമാര് നമ്മളോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ അമ്മ വീട്ടിലെ ചില കാര്യങ്ങൾ കാരണം മക്കളോടും ഭർത്താവിനോടും ഒക്കെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്നു. അമ്മ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ്. അമ്മ അയാളോട് ദേഷ്യപ്പെടില്ലല്ലോ. ദാറ്റ് ഈസ് പോസിബിൾ അല്ലേ? അപ്പൊ അയാള് പറ്റും. വേറെ ആകണം. കുറച്ച് പ്രാക്ടീസ് കൊണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ അത് വളരെ നല്ലതാണ്. നമുക്ക് സന്തോഷം, ദേഷ്യം എല്ലാം ഉണ്ടാവും. പക്ഷെ എക്സ്പ്രഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റ് റിയാക്ഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പെട്ടെന്ന് ചാടിക്കയറി പറയുമ്പോൾ നമ്മുടെ മൂഡ് അതിൽ എക്സ്പ്രസ്ഡ് ആവും. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. മാം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചില കടയിലൊക്കെ പോകുമ്പോൾ അവര് നമ്മളുടെ അടുത്ത് ഭയങ്കര റൂഡായിട്ട്, അതുപോലത്തെ ഓഫീസസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അർജന്റ് ആയിട്ടുള്ള കാര്യത്തിനായിരിക്കും. അപ്പൊ അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടി, മാം ഒരു എക്സ്പീരിയൻസ് വരെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓഫീസിൽ പോയിട്ട് അവരുടെ പ്രതികരണം കണ്ടപ്പോ എനിക്ക് തന്നെ വിഷമായി എന്നുള്ളത്. പക്ഷെ അപ്പോഴും മാം കൈൻഡ് ആയിട്ടാണ് നിന്നത്. അതുകൊണ്ട് ആ ദിവസം കഴിഞ്ഞു പോയി മാമിന് അത് നല്ല രീതിയിൽ പറയാൻ പറ്റും. പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിക്കില്ല. ഞാനും അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നമ്മളുടെ അടുത്ത് ചിലപ്പോൾ ഇപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും കാര്യമാണെങ്കിലും നമ്മളുടെ അടുത്ത് ഡിമാൻഡ് ഇട്ട് ഇല്ല അത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നേരം ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ ചെയ്തത് നന്നായി, ആ പ്രശ്നം അങ്ങ് തീർന്നു കഴിഞ്ഞല്ലോ, പിന്നെ അയാളെ കാണാനുള്ളതാ നമ്മള്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും നമ്മള് പറയാനുള്ളത് പറയുകയും ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോഴും നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ വി ഷുഡ് ഡു ഇറ്റ്. അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ. നമുക്ക് വേണമെങ്കിൽ നോ പറയാം പല കാര്യങ്ങളോടും, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യണം. കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പിന്നെ ചെയ്യുമ്പോൾ രണ്ടാമതാണ് ചെയ്യണത്, പിന്നെ ചെയ്യുമ്പോൾ മൂന്നാമതാണ് ചെയ്യണത്. അപ്പൊ അത്രത്തോളം നമ്മൾ ഓരോ കാര്യത്തിലും എക്സ്പീരിയൻസ്ഡ് ആകുകയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിന്.